ബലാത്സംഗ കേസിൽ മുൻ ഗവൺമെന്റ് ലീഡർ PG മനു കീഴടങ്ങി. സുപ്രീം കോടതിയും ജാമ്യം തള്ളിയതോടെയാണ് മനു കീഴടങ്ങിയത്. പുത്തൻകുരിശ് DYSP ഓഫീസിലാണ് മനു കീഴടങ്ങിയത്. ബിനിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാൻ കഴിയുക? മോത്തി, ബലാത്സംഗ കേസിലാണ് ഹൈക്കോടതിയിലെ മുൻ സീനിയർ ഗവൺമെന്റ് ലീഡർ PG മനു പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നത്. നേരത്തെ ചോറ്റാനിക്കര പോലീസാണ് PG മനുവിനെതിരെ ബലാത്സംഗ കേസ് ചുമത്തിയത്. അത് പിന്നീട് പുത്തൻകുരിശ് DYSPക്ക് അന്വേഷണ ചുമതല കൈമാറുകയായിരുന്നു. സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടുകൂടിയാണ് PG മനു കീഴടങ്ങാൻ തയ്യാറായത്. നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് PG മനുവിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മനു കീഴടങ്ങിയില്ല, സുപ്രീം കോടതിയിലേക്ക് പോയി. ഇതിനിടയിൽ പുത്തൻകുരിശ് DYSP ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കീഴടങ്ങാൻ PG മനുവിനോട് ആവശ്യപ്പെട്ടു. 10 ദിവസത്തെ സാവകാശവും അനുവദിച്ചു. അങ്ങനെയാണ് PG മനു ഇന്ന് രാവിലെ പുത്തൻകുരിശ് DYSP ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. മനുവിന്റെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് പുത്തൻകുരിശ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കേസിൽ നിയമസഹായം തേടിയെത്തിയ യുവതിയെ ആദ്യം വക്കീൽ ഓഫീസിൽ വെച്ച് അപമര്യാദയായി പെരുമാറുകയും പിന്നീട് അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ബലാത്സംഗം ചെയ്തു എന്നുമാണ് PG മനുവിനെതിരായ പരാതി. കൊച്ചിയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനാണ് PG മനു. നിരവധി കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേസുകളിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെന്റ് ലീഡറായി ഇരിക്കെയാണ് ഈ ബലാത്സംഗ കേസിൽ PG മനു ഉൾപ്പെടുന്നത്. പിന്നീട് ബിനിലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.